നമസ്കാരം. പാകിസ്ഥാനിന് ഭീകരാക്രമണം അവസാനിപ്പിക്കാതെ ഒരു മേഖലയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യക്ക് മേൽ പ്രഹരം നൽകാൻ പല വഴികളിലൂടെയും ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഉൾട്ട പോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സിന്ധു നദി കരാർ ഇന്ത്യ മരവിപ്പിച്ചത് പാകിസ്ഥാന് കിട്ടിയ 8ന്റെ പണി തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ അവസ്ഥ ഇതൊക്കെയാണെങ്കിലും വെല്ലുവിളിക്കും പൊങ്ങച്ചത്തിനും മാത്രം ഇവർക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം കശ്മീർ സിന്ധു നദി ജല കരാർ, ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങൾ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാന് പല കോണിൽ നിന്നും വിമർശനങ്ങളാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ വാർത്ത ഇപ്പോൾ വൻ വിവാദമായിട്ടുമുണ്ട്. സമഗ്രമായ ചർച്ചയിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. അതേസമയം സിന്ധു നദി ജല കരാർ റദ്ദാക്കിയ നടപടി പിൻവലിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ യുദ്ധമല്ലാതെ മറ്റു മാർഗമില്ലെന്നും ബിലാവൽ ഭൂട്ടോ സർദാരി മുന്നറിയിപ്പ് നൽകി. ഇതാണ് പാകിസ്ഥാനെ മൊത്തത്തിൽ എയറിലാക്കിയ സംഭവം. ഇന്ത്യയുടെ സിന്ദൂര പ്രതികാരത്തിൽ സർവ്വതും നഷ്ടമായ പാകിസ്ഥാൻ ഇനിയും മതിയായിട്ടില്ലെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സമഗ്രമായ ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. ഇന്ത്യ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ അത് അവരുടെ താല്പര്യത്തിന് നിരക്കുന്നതല്ല. പാകിസ്ഥാന്റെ ജലവിതരണം നിർത്തലാക്കാനുള്ള ഇന്ത്യയുടെ ഏതൊരു ശ്രമവും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. യുദ്ധമല്ലാതെ പാകിസ്ഥാന് മറ്റു മാർഗമില്ല. അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്കായി കൊണ്ടുവരണം. കശ്മീർ പ്രശ്നം, ജലപ്രശ്നം, ഭീകരവാദം എന്നിവ പരിഹരിക്കുന്നതുൾപ്പെടെയുള്ള സമഗ്രമായ സംഭാഷണത്തിലൂടെ ദക്ഷിണേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കണം. പാകിസ്ഥാൻ സമാധാനത്തിനായി വാദിക്കുന്നത് തുടരുമെന്നും എന്നാൽ ജലസുരക്ഷ പോലുള്ള വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ലെന്ന് ബിലാവൽ ഭൂട്ടോ സർദാരി പറയുന്നു. അതേസമയം പാകിസ്ഥാൻ ഇങ്ങനെ ഡയലോഗ് വിടാൻ മാത്രമേ കഴിയൂ എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഒന്ന് ചൊറിയാൻ വന്നവരെ അടപടലം തേച്ചൊട്ടിച്ച് വിടുകയായിരുന്നു നമ്മുടെ ഇന്ത്യൻ സൈന്യം. ഓരോ ദിവസം കഴിയുന്തോറും ഭാരതത്തിന്റെ സൈനിക കരുത്ത് വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകുമെന്നത് വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഭീകരത വെച്ച് പുലർത്താൻ മോദി സർക്കാർ അനുവദിക്കില്ലെന്ന് പറയുന്നത് വെറുതെ അല്ലെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യം നമുക്ക് തികച്ചും അഭിമാനം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും പലതവണ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഇപ്പോഴും ഇത്തരം വെല്ലുവിളികൾ നടത്തുന്ന പാകിസ്ഥാൻ ഇതിലും വലുതെന്തോ വരാനുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കൂടാതെ 26 നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഭാരതം നൽകിയത്. ആണവായുധ ഭീഷണി പോലും മുഴക്കിയിരുന്ന പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ ഭയപ്പെട്ട് ഒടുവിൽ വെടിനിർത്തലിന് അപേക്ഷയുമായി മുന്നോട്ട് വരികയായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ നോക്കിയാലും യുദ്ധത്തിലായാലും മൊത്തത്തിൽ തോറ്റ് തുന്നമ്പാടിയിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കൊരു പുതുമയുള്ളതല്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.